Good morning. The day 3. We're starting early 5:30. ഭയങ്കര ഹെവി റെയിൻ കേട്ടാ നമ്മളങ്ങനെ പറപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുക. പറപ്പിച്ചൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് 80 കിലോമീറ്റർ. ഈ നാഗ്പൂർ നമുക്ക് 316 കിലോമീറ്റർ ഉള്ളത്. ഇവിടെയുള്ള വ്യൂ എല്ലാം ഇപ്പോഴും അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ നല്ല ഒരു എന്താ പറയുക, സൈഡിലൊക്കെ പച്ചപ്പും. പക്ഷെ ഈ മഴയാണ് പറ്റിച്ചത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനത്തെ പണിയാന്ന് പറഞ്ഞല്ലേ, മഴയായിരിക്കും. ഇതിന്റെ ഭാഗമാണല്ലോ, നമ്മളത് എൻജോയ് ചെയ്തു. ഇന്നലെ രാത്രി നല്ല കഠിന മഴയായിരുന്നു, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും റൂമിൽ കയറിയാൽ മതിയായി. അങ്ങനെ ഒരു 7 മണിയോടുകൂടി നമുക്കൊരു റൂം കിട്ടി. ഇവിടെ ആണെങ്കിൽ നല്ല ഹോട്ടലുകളൊന്നും ഇവിടെ കിട്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇനി എന്തായാലും ഇന്ന് നമുക്ക് നല്ല വെതറൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അല്ലാതെ ചോളമൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. റോഡിലൊന്നും വലിയ കാര്യമായ തിരക്കായി തുടങ്ങിയിട്ടില്ല. നമ്മളൊരു 5:30 ഇറങ്ങിയോണ്ട് വലിയ വിഷയമൊന്നും ഇല്ലാതെ പോരാൻ പറ്റി. എങ്ങനെയുണ്ട് പുതിയ ടൈം? അപ്പൊ ഇന്ന് എത്രാമത്തെ ദിവസമാണ്? ഡേ 3. അപ്പൊ നാളെയോടുകൂടി നമ്മൾ രാജസ്ഥാൻ എത്തുമായിരിക്കും. അപ്പൊ അതുവരെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. പാപ്പക്കുട്ടി സ്റ്റിൽ ഉറക്കമാണ്. ഒത്തിരി ചേസുകൾ കൊണ്ടുപോകണ്ട കേട്ടോ. എല്ലാം ഭാരത് ബെൻസിൻ്റെ ഒക്കെയാണ് കൂടുതൽ കണ്ടത്. എങ്ങടെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. എന്തായാലും ചേസുകൾ കാണുമ്പോൾ എപ്പോഴൊരു സന്തോഷമാണ്. നമ്മുടെ ചാക്കോച്ചിന് ഓർമ്മ വരും. ആർമിയുടെ സ്റ്റാലിയൻസ് അല്ല, അവരുടെ തന്നെ ഒരു റിക്കവറി ട്രാക്കും വന്നിട്ടുണ്ട്. മാസലുക്ക ജിപ്സി നമ്മൾ ചായ പിടിക്കാൻ നിർത്തിയപ്പോൾ കണ്ടാട്ടാ. ഹായ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറക്കുവാണ്. എങ്ങനെയായിരുന്നു ഫുഡ്? അഡ്ജസ്റ്റ്മെന്റ് ഫുഡല്ലേ. ഇഷ്ടം പോലെ ട്രക്കുകൾ കൊണ്ടുപോകണ്ട കേട്ടോ. വോൾവോന്റെ എങ്ങാട് കൊണ്ടുപോകണമെന്നാവോ? പുതിയതെല്ലാം ബ്രാൻഡ് ന്യൂ ട്രക്കുകളാണ്. ഇന്നലെ അത് കുറേ കണ്ടായിരുന്നു, കുറേ സ്ഥലത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ട്രക്കുകൾ അല്ലേ. വോൾവോന്റെ വണ്ടികൾക്കൊരു പ്രത്യേക ലുക്കാണ്. വോൾവോയിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാറുകൾ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പൊ ഇത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും കൊള്ളാം. FMN ചെറിയൊരു വണ്ടി പോണോണ്ടാ. ഹൈവേയിലെ ഓരോ കാഴ്ചകളാണ്. അതിന്റെ ടയറും എന്റെ ബാക്കിലുണ്ട്. ഇത് എന്തിന്റെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. എന്തായിരിക്കും കുഞ്ഞു? JCB ഒന്നുമല്ല, പോളാണ്. അങ്ങനെ നമ്മൾ നാഗ്പൂർ എത്തിട്ടോ. നാഗ്പൂർ മെട്രോ റെയിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെക്കാളും ഒത്തിരി മുമ്പ് നേരത്തെയുള്ള മെട്രോ എന്ന് തോന്നുന്നു. പഴയ ഒരു ഡിസൈനൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അത്ര വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കൊള്ളാം. ഈ അത്യാവശ്യം നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഭോപ്പാൽ ഹൈവേയിൽ ജസ്റ്റ് നിർത്തി നമ്മളൊക്കെ ഒന്ന് റിലാക്സ് ആവട്ടെ. പിള്ളേരൊക്കെ അവിടെ, രേവതിയും കൂടി അവിടെ ചുമ്മാ നടക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം, കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രകൾ കാഴ്ചകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ നിർത്തിയെടുത്തേ ഒരു ആദ്യം 175 നൈസായിട്ട് ഇവിടെ വെച്ചേക്കുക.
ഇവരോട് ഭയങ്കര ഊഞ്ഞാലായിട്ടൊക്കെ കേട്ടാ. കുഞ്ഞിൻ്റെ ഏതാടാ ബൈക്ക്? കുഞ്ഞിനെ അറിയാം എവിടെയൊക്കെയോ. എന്തായാലും കൊള്ളാട്ടാ. ഇതാവ നൈസാ. എന്തായാലും ഭോപ്പാലിലെ ഫുഡ് അല്ല, ഭോപ്പാൽ അത് ഇതേതാ സ്ഥലം ആക്ച്വലി? ഭോപ്പാൽ കഴിഞ്ഞില്ലേ? അല്ല, ഭോപ്പാലിലേക്ക് പോകണം. ഇരിക്കാനായിട്ട് എങ്ങനെയുണ്ട് സെറ്റപ്പ്? ഇങ്ങനെ മതിയോ നമ്മുടെ എറണാകുളത്തൊക്കെ? ഇഷ്ടമായ? കുഞ്ഞിന് ഈ ധാബയൊക്കെ ഇഷ്ടപ്പെട്ട്. അവർ ധാബയുടെ അകത്ത് ചെറിയൊരു പൂജ ഏരിയയൊക്കെ വെച്ചിട്ടുണ്ട്. ഭോപ്പാൽ റോഡാട്ടോ. അടിപൊളിയായിട്ട് ഇറങ്ങുക. വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ റോഡിൽ അത്യാവശ്യം കട്ടിങ്ങും ചാട്ടമൊക്കെ ഉണ്ട്. ഭോപ്പാലിലേക്കുള്ള യാത്രയും കാഴ്ചകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. യാത്രകൾ തുടരും. എങ്ങനെയുണ്ട്? പച്ചപ്പ് നമ്മളുണ്ടല്ലോ ഈ ഭോപ്പാൽ എന്നൊക്കെ പറയണത്, ഞാൻ എന്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഞാൻ പുസ്തകത്തിൽ പഠിച്ചതും അതായത് ന്യൂസിലൊക്കെ കണ്ടതും മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ടല്ലോ ഒരിക്കൽ പോലും ഞാൻ കരുതിയിട്ടില്ല ഞാൻ ഇതുവഴിയൊക്കെ പോകുന്നു. എനിക്ക് എന്താണ് ഇന്നറിയപ്പല്ല, ഒന്ന് ഭയങ്കര സന്തോഷം കണ്ടപ്പോ, ഭയങ്കര സന്തോഷം. ഭോപ്പാൽ കാഴ്ചകളും ഇനി നാളെ മറ്റന്നാളൊക്കെ മുതൽ രാജസ്ഥാൻ കാഴ്ചകളും ആയിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൂടും. നമുക്ക് സംഗതികൾ കളറാക്കാം. നമ്മൾ ഘാട്ട് റോഡിൽ വന്നിട്ട് എത്ര വണ്ടികളാണെന്നറിയാം ഇവിടെ ആക്സിഡൻ്റ് ആയിരിക്കുന്നത്. കുറേ വണ്ടികൾ ആക്സിഡൻ്റ് ആയി കണ്ടായിരുന്നു നമ്മൾ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആൾക്കാർ ട്രക്ക് ഡ്രൈവേഴ്സാണ് ഉറങ്ങിയൊക്കെ പോയിട്ട് 4-5 വണ്ടിയോളം ആക്സിഡൻറ്റ്. നമ്മളിങ്ങനെ പോരുമ്പോൾ ഒരെണ്ണം ജസ്റ്റ് ആക്സിഡൻറ്റ്, തക്കാളി വണ്ടി, അതൊക്കെ ഹൈവേയിൽ ക്രോസ് ആയ കിടക്കണേ. ഇപ്പോൾ ആരാണെങ്കിലും ഓടിക്കും. ഇപ്പോൾ നമ്മളും നല്ല റോഡൊക്കെ കിട്ടുമ്പോൾ സ്പീഡിലൊക്കെ പോകാൻ തോന്നുമെങ്കിലും നമ്മളങ്ങനെ കാര്യമായിട്ട് സ്പീഡിൽ പോകാറില്ല. സേഫ്റ്റി മുഖ്യം. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിക്കുക. കണ്ടപ്പോൾ ഒരു വിഷമം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നോളൂ. കൊള്ളാലോ കൊള്ളാലോ അതിന്റെ ലുക്ക്. നല്ല രസമുണ്ട്. അതെനിക്ക് മറ്റേ റെയിൽവേയുടെ അല്ല, ഇത് പണ്ടത്തെ ആയിരിക്കും ചിലപ്പോ. ഈ കാണുന്നത് മൊത്തം ഇവിടുത്തെ ഇതല്ലേ നമ്മുടെ കോൺ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറേ ഷോപ്പുകളുണ്ട് കണ്ടോ, എല്ലാവരും മേടിക്കാൻ വേണ്ടി നിർത്തിയേക്കുക. നമുക്ക് എന്തായാലും നോക്കാൻ നേരമില്ല, സമയമില്ല, ഓടിയെത്തണം. നമ്മളെ ഇടക്കൊന്ന് വണ്ടി നിർത്തിയാലോ. ഒരു മാന അവിടെ നിൽക്കണേ. പിന്നെ ബ്ലാക്ക് ബക്കാണോ? നിങ്ങള് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ 2 സൈഡും ഇതുപോലെ കെട്ടിയേക്കോ. അപ്പൊ അനിമൽസിനെ കാണാനും പറ്റില്ല, അനിമൽസിനെ റോഡിലേക്ക് വരാനോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ അനിമൽസിന് ബുദ്ധിമുട്ടുണ്ടാകാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. ലേഡി പൈലറ്റ്സ് അപ്പു എങ്ങനെയുണ്ട്? സെറ്റാണോ? എന്താ രേവ വണ്ടി ഓടിക്കണ്ട? ഈ രേവതിയുടെ മടിയില ഫുൾ ടൈം പാപ്പുകുട്ടി ഇരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഞാൻ പുറകിലിരുന്ന് ഇവര് രണ്ടുപേരും. എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഭോപ്പാലിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം സമയം 1:30 കഴിഞ്ഞു. ഏകദേശം വൈകുന്നേരം നമ്മളൊരു 6 മണി 6:30 എവിടെയെങ്കിലും സ്റ്റേ എടുക്കും. എന്തായാലും എത്തുമായിരിക്കും, നോക്കാം. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ എത്തും. അപ്പൊ അങ്ങനെയാണ് അപ്ഡേറ്റ്സ്. ഞങ്ങൾ ഭോപ്പാൽ എത്തിയത് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ്ലി എന്ന് പറഞ്ഞൊരു ഹോട്ടലെടുത്ത്.